ഹവയെ പ്രലോഭിപ്പിച്ച സർപ്പത്തിന് പോലും മാപ്പ് ലഭിച്ചേക്കാം. പക്ഷേ ഫോസ്റ്റസിന്റെ പാപങ്ങൾക്ക് മാപ്പില്ല. സുഹൃത്തുക്കളെ, ഭയപ്പെടാതെ നിങ്ങൾ എൻ്റെ വാക്കുകൾ ഓർക്കുക. 24 വർഷത്തെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഫോസ്റ്റസ് സ്വന്തം ആത്മാവിനെ പണയപ്പെടുത്തിയിരിക്കുന്നു. 30 വർഷം ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വിറയ്ക്കുകയാണ്. ഞാൻ വിട്ടൻബർഗിനെ കാണാതിരുന്നെങ്കിൽ, ആ ഗ്രന്ഥങ്ങൾ പഠിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി ഫോസ്റ്റസ് ജർമ്മനിയെ നഷ്ടപ്പെടുത്തി, ഈ ലോകത്തെ നഷ്ടപ്പെടുത്തി, എന്നേക്കുമായി നരകത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. ഫോസ്റ്റസ്, നീ ദൈവത്തിലേക്ക് തിരിയൂ. ഉഗ്ര ശബ്ദത്തിലൂടെ എന്നേക്കുമായി ഞാൻ ഉപേക്ഷിച്ച ദൈവത്തെയോ ഞാനൊന്ന് കരഞ്ഞോട്ടെ. ഇല്ല, അവരെന്റെ കൈകൾക്ക് കടിഞ്ഞാണിട്ടിരിക്കുന്നു. ഇല്ല, എനിക്ക് കരയാനാകുന്നില്ല. ഞാനൊന്ന് കരഞ്ഞോട്ടെ. 24 വർഷത്തെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, അവൻ വരാൻ സമയമായി. പൊയ്ക്കോളൂ, നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളൂ. എന്നാൽ ശരി ഫോസ്റ്റസ്, ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫോസ്റ്റസ്, നിനക്കിനി 1 മണിക്കൂർ മാത്രം. നിന്നെ കൊണ്ടുപോകാൻ അവനിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നും ചലിക്കുന്ന ആകാശഗോളങ്ങളെ, നിങ്ങൾ അല്പം വിശ്രമിക്കും. ഈ സമയത്തെ തടഞ്ഞു നിർത്തും. ഈ രാത്രി വരാതിരിക്കട്ടെ. പ്രകൃതിയുടെ കൃഷ്ണമണിയായ സൂര്യ, നീ എന്ന് ഉദിക്കുക. ഈ രാത്രി വരാതിരിക്കട്ടെ. എനിക്ക് ഈ ലോകത്ത് ജീവിക്കണം. ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കണം. അതാ അവൻ വരുന്നു. എന്നെ കൊണ്ടുപോകാൻ. ഇല്ല, എനിക്ക് വയ്യ. പക്ഷേ ഞാൻ എൻ്റെ രക്തം കൊണ്ട് അവൻ ഉടമ്പടി പത്രം എഴുതി. എനിക്ക് രക്ഷപ്പെടാനാകില്ല. അവനിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഫോസ്റ്റസിന് തോന്നുകയാണ് സാത്താൻ്റെ ദൂതന്മാർ തന്നെ കൊണ്ടുപോകാൻ വരുന്നതായിട്ടും കൊണ്ടുപോകുന്നതായിട്ടും. അവർ തമ്മിലുള്ള രംഗങ്ങളാണ്. അയ്യോ, അവന് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ രക്ഷിക്കൂ. പഞ്ചഭൂതങ്ങളെ വാഴുന്ന ദൈവങ്ങളെ, ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാം. എനിക്കൊരു ദിവസം കൂടി, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി തരൂ. കടന്നു വരാൻ നിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. കടന്നു വരാൻ. അയ്യോ, വയ്യ. എനിക്ക് ജീവിക്കണം. എന്നെ കൊണ്ടുപോകരുത്. എനിക്ക് ജീവിക്കണം. അധിക പ്രസംഗി, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കടന്നു വരാൻ. അയ്യോ, എന്നെ വിടൂ, എന്നെ രക്ഷിക്കൂ.
പോലെ ചിലർ ഈ കൂട്ടത്തിലുണ്ട്. ശുപാർശ കത്തുകളിലൂടെ നേടിയെടുത്ത ജോലിയും അതിലൂടെയുള്ള സമ്പാദ്യത്തിലും അഹങ്കരിച്ച് ലൗകിക സുഖങ്ങളിൽ സുഖിച്ചു കഴിയുന്നവർ നിങ്ങളെയും ഒരിക്കൽ